ഹലോ, ഏവർക്കും നമസ്കാരം. സ്പിരിറ്റ്. സ്പിരിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇത് രണ്ടോ മൂന്നോ ഭാഗങ്ങളായി ചെയ്യാമെന്ന് കരുതുന്നു. ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഒരു ചിത്രമുണ്ടല്ലോ. 2 സി, 4 ഒന്ന് 5 എച്ച്, ഒരു OH ന് വേറൊരു നിറം കൊടുത്തിരിക്കുന്നു. അതിനൊക്കെ ചില കെമിസ്ട്രിയിൽ ചില സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ കാർബണും കാർബൺ ആണ്, ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയ ഒരു സംയുക്തമാണ് സ്പിരിറ്റ് അഥവാ എത്തനോൾ. കെമിസ്ട്രിയിൽ അതിന് പറയുന്ന പേര് എത്തനോൾ എന്നാണ്. അതിന്റെ രാസനാമം എത്തനോൾ എന്നാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ E10, E20, പിന്നീട് E30, E28, E35, E85 എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തുമാകട്ടെ, അവിടെ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന എത്തനോൾ എന്ന പദമാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരമാണ്. E10 എന്ന് പറഞ്ഞാൽ ബൈ വോളിയം നമ്മൾ വാങ്ങുന്ന പെട്രോളിൽ 10% എത്തനോൾ ഉണ്ട് എന്നാണ്. E20 എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന പെട്രോളിൽ 20% എത്തനോൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമ്മളിത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഈ എത്തനോൾ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായും അത് നാച്ചുറൽ പ്രോഡക്ട്സിൽ നിന്നാണ്. നമ്മൾ മൊളാസസ് എന്ന് വിളിക്കുന്നതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മൊളാസസ് എന്ന് പറഞ്ഞാൽ കരിമ്പിൻ നീരിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്ത് മാറ്റാവുന്ന പഞ്ചസാര മാറ്റിയതിന് ശേഷം അവശേഷിക്കുന്ന ദ്രാവകം ഉണ്ടായിരിക്കും. അതില് വെള്ളത്തിൽ നിന്ന് പൂർണ്ണമായും പഞ്ചസാരയെ നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്ത് പുറത്തെടുക്കാൻ കഴിയില്ല. കുറച്ച് വെള്ളമായിട്ട് ചേർന്ന് അവിടെ ഉണ്ടാവും. അതിന്റെ സ്വഭാവമാണത്. അപ്പോ അതിനെ എന്ത് ചെയ്യുക, നമ്മൾ എൻസൈംസ് ഉപയോഗിച്ച്, ഈസ്റ്റും മറ്റു പദാർത്ഥങ്ങളും ഉപയോഗിച്ച് അതിനെ ഫെർമെന്റ് ചെയ്യുക എന്ന് പറയും. അപ്പോ ഈ പഞ്ചസാരയെ എന്താക്കി മാറ്റും? അവസാനം എത്തനോൾ ആക്കി മാറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് വാതകവും ഉണ്ടാകും. പല ഘട്ടങ്ങളായിട്ടാണ് ഒരു ഘട്ടത്തില് അതിനെ ഗ്ലൂക്കോസും ഫ്രുക്ടോസും ആക്കി മാറ്റുന്നു. ഇനി ഗ്ലൂക്കോസിനെയും ഫ്രുക്ടോസിനെയും അടുത്ത ഘട്ടത്തിൽ ഈ എത്തനോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് ആക്കി മാറ്റുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വളരെ നേരിയ ഡൈല്യൂട്ട് സൊല്യൂഷനാണ് കിട്ടുന്നത്. 5% വരെയൊക്കെ ആൽക്കഹോൾ ഉണ്ടാകാം. അതിൽ എത്ര പഞ്ചസാര ഉണ്ടായിരുന്ന എന്ന അളവനുസരിച്ചിട്ട്. സാധാരണ ഡൈല്യൂട്ടിലാണ് ഇത് വേഗം നടക്കുക, പ്രോസസ്സ് നടക്കുക. അപ്പോൾ 5% വരെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. വേണം വെച്ചാൽ നമുക്ക് കൂടുതൽ പെർസെന്റേജിലൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ആ നിലയിൽ ഉൽപ്പാദിപ്പിച്ചാൽ. സാധാരണ മൊളാസസിൽ നിന്ന് ബിലോ 5% ആയിരിക്കും. ഇതിനെ എന്ത് ചെയ്യണം? ഡിസ്റ്റിൽ ചെയ്യുക എന്ന് പറയും. സ്വേദനം നടത്തുക. ഡിസ്റ്റിൽ ചെയ്ത്, കാരണം ഈ എത്തനോൾ എന്നും എത്തനോൾ എന്നും ഒക്കെ പറയാം. ആൽക്കഹോൾ, സ്പിരിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതിലെ ഒരു പ്രത്യേക കോമ്പൗണ്ട് ആണിത്. ഒരു പ്രത്യേക രാസപദാർത്ഥം മാത്രമാണിത്. ആൽക്കഹോൾ എന്ന് വിളിക്കുന്ന ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണുള്ളത്. പൊതുവെ നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ആൽക്കഹോൾ എന്ന് കെമിസ്ട്രിയിൽ പറയുമ്പോൾ മറ്റു പല പദാർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പോ ഇതിനെ സ്വേദനം ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് ഇത് കുറച്ചുകൂടെ വേഗം എന്ത് ചെയ്യും? ബാഷ്പമായി മാറും. അതുകൊണ്ട് നമുക്ക് സ്വേദനം ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്നതിൽ ഈ ആൽക്കഹോൾ കൂടുതലായിരിക്കും. ഇത് കൂടാതെ മറ്റ് ചില ഘടകങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ മാറ്റുന്നവരുണ്ടല്ലോ, അവർ ആദ്യത്തെ ചെറിയൊരു ഫ്രാക്ഷൻ ഉപേക്ഷിക്കും. ഉപേക്ഷിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അതിൽ അത്ര സുഖകരമല്ലാത്ത മറ്റു ചില രാസപദാർത്ഥങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട്. ആൽഡിഹൈഡ് എന്നൊക്കെ വിളിക്കുന്ന രാസപദാർത്ഥം. കാരണം ഈ ഫെർമെന്റേഷനിൽ ആ നിലയിലും സാധ്യതയുണ്ട്. ഇത് വീണ്ടും ഇതിന് മാറ്റം വന്ന് വേണമെങ്കിൽ അസറ്റിക് ആസിഡ് എന്ന് വിളിക്കുന്ന നമ്മുടെ വിനേഗറായിട്ടൊക്കെ മാറാം. ഇതേ സംഗതി തന്നെ. കള്ളൊക്കെ പൊളിപ്പിച്ച് വിനാഗിരി ഉണ്ടാക്കുമല്ലോ എന്ന് പറയുന്നത് തന്നെ സംഗതി. അപ്പോ ഇത് ഡിസ്റ്റിൽ ചെയ്ത് ഇതിന്റെ തോത് വർദ്ധിപ്പിച്ച് ആവർത്തിച്ചുള്ള ഡിസ്റ്റിലേഷൻ ഉണ്ട്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്ന പ്രോസസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പരമാവധി 95% എത്തിക്കാം. 95.6 അവിടെ വരെ എത്തിക്കാം. പിന്നീട് അങ്ങോട്ട് കൂടണമെങ്കിൽ അതിന് മറ്റു ചില രീതി ഉപയോഗിക്കണം. ഈ 95.6, 95% സ്പിരിറ്റും ബാക്കി 5% വെള്ളം ഉള്ളതിന് പറയുന്ന പേര് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാണ്. അതാണ് കിട്ടുക. ഒരു ഡിസ്റ്റിലറിയിൽ നിന്ന് റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ് കിട്ടുക. അത് എന്ത് ചെയ്യാൻ പാടില്ല? അത് ബിവറേജസ് ഉൽപ്പാദിപ്പിക്കാൻ റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞ് മറ്റു ചില പ്രോസസ്സിൽ അതിൽ ബാക്കിയുള്ള സംഗതിയൊക്കെ മാറ്റി എടുക്കണം. എന്നിട്ട് അത് ഈ പാനീയങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അത് നമ്മൾ തൽക്കാലം വിടുന്നു. ഇനി ഇതിന് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. അതായത് ബാക്കിയുള്ള വെള്ളം കൂടി മാറ്റുന്നതിനാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കുക. അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ ചില വെള്ളം വലിച്ചെടുക്കാൻ കഴിവുള്ള ചില സംഗതികൾ ഇടുക, അല്ലെങ്കിൽ ബെൻസീൻ പോലുള്ള പദാർത്ഥം ചേർത്ത് ഡിസ്റ്റിൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് മിക്കവാറും ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഡിസ്റ്റിൽ ചെയ്യുന്ന ഉടനെ അതിൽ ഒരു ചില പ്രത്യേക പ്രിൻസിപ്പിളൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ എടുക്കാം. ഏതാണ്ട് 100% വരെനോട് അടുത്ത് വരെയൊക്കെ കിട്ടാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ സാധനം ഇതിന് വെള്ളത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, ഏത് സ്പിരിറ്റിന്. അപ്പോൾ ഇതെന്ത് ചെയ്യും? തുറന്നിരുന്നാല് വായുവിൽ നിന്ന് അല്പം ഈർപ്പം വലിക്കാം. അപ്പോൾ ഈ
നമുക്ക് കിട്ടുന്ന അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയലായിട്ട് കിട്ടുന്നതിൽ 0.2% മുതൽ 1% വരെയൊക്കെ ജലാംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൊമേഴ്സ്യലായി ലഭിക്കുന്ന ഏത് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കുന്ന സാമ്പിളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 0.2% മുതൽ 1% വരെ. ഇനി ആള് 100% ആൽക്കഹോൾ ഉപയോഗിച്ച് ചെയ്യേണ്ടുന്ന എന്തെങ്കിലും വാട്ടർ ഉപയോഗിക്കണമെങ്കിൽ അതിനെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതായത് കുമ്മായമൊക്കെ ചേർത്ത് ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം, കുമ്മായം തന്നെ വേണം, വെള്ള ജലാംശം ഇല്ലാത്ത നീറിച്ചെടുക്കുന്ന അതൊക്കെ ചേർത്ത് വെച്ചിട്ട് പിന്നെ ഡിസ്റ്റിൽ ചെയ്തിട്ടൊക്കെ എടുക്കണം. എന്നാലേ നമുക്ക് ആ നിലയിലുള്ള ആൽക്കഹോൾ കിട്ടുള്ളൂ. എന്തോ ആയിക്കോട്ടെ, ഇതാണ് ഇതിന്റെ ഒരു. അപ്പൊ റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ട്, അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ട്. ഇനി നമ്മൾ പെട്രോള് കലർത്തുന്നതിനെ കുറിച്ചാണ്. പെട്രോൾ കലർത്താനുണ്ടായ കാരണം ഞാൻ സൂചിപ്പിച്ചു എന്ന് സംശയമുണ്ട്. അതായത് നമ്മൾ പെട്രോള് ഇറക്കുമതിയിൽ ഹെവിലി ഡിപ്പെൻഡന്റ് ആണ്. ഇറക്കുമതിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതാവസ്ഥ, നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് പെട്രോളും ഡീസലും മണ്ണെണ്ണയും മറ്റു പല ഫ്രാക്ഷൻസ്, റൈറ്റ്? അപ്പോ ഈ ഹെവിലി ഡിപ്പെൻഡന്റ് ഓൺ ഇമ്പോർട്ട്. അതുകൊണ്ട് നമുക്ക് വിദേശ നാണ്യത്തില് ഈ കച്ചവടം നടക്കുന്നത് മിക്കവാറും ഡോളറിലാണ്. ഇറാനോ റഷ്യോ ആണെങ്കിൽ ഡോളർ വേണ്ട, അത് വേറെ കാര്യം. ബാക്കി അറബ് രാജ്യങ്ങളിൽ നിന്ന് ഡോളറിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഡോളറിന്റെ ആവശ്യകതയുണ്ട്. ഡോളറിന്റെ സമ്മർദ്ദം വരുമ്പോൾ അതൊക്കെ പ്രശ്നമാണ്. അതും പിന്നെ ഈ യുദ്ധം പോലുള്ള അനിശ്ചിതാവസ്ഥകൾ ഉണ്ടാക്കുന്ന കാര്യവുമാണ് ഇത് നിറയ്ക്കാനായി പറഞ്ഞ കാരണം. ഇനി നമ്മൾ നിറച്ച് ഇത് ചേർത്ത് ആദ്യം ഈട്ടണ്ണാണ് വന്നത്. ഈട്ടൺ വന്നു കഴിഞ്ഞപ്പോൾ അത് എല്ലാവരും ഉപയോഗിച്ചു. ഇതുകൊണ്ട് ഈ വണ്ടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് അതിൽ എന്താണ് മെച്ചം, എന്താണ് മോശം എന്ന് നോക്കാം. മെച്ചം എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് പെട്രോൾ പോലെ തന്നെ ഈ ഈട്ടണ്ണൊക്കെ ഉപയോഗിക്കാം, ഏകദേശം ഉപയോഗിക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ പെട്രോൾ കത്തുമ്പോൾ 1 ലിറ്റർ പെട്രോൾ കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജവും 1 ലിറ്റർ ആൽക്കഹോൾ സ്പിരിറ്റ് കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജവും വ്യത്യാസമാണ്. ഒരു 30% കുറവാണ്. അതിന്റെ വാല്യൂലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കലോറിഫിക് വാല്യൂ എന്ന് പറയും. അപ്പോൾ ഊർജം കുറവായതുകൊണ്ട് എന്ത് വരും? സ്വാഭാവികമായിട്ട് എഞ്ചിന്റെ പ്രവർത്തനത്തിലും അത് പ്രതിഫലിക്കും. അതായത് മൈലേജ് കുറയും. E10 ചെറിയ വ്യത്യാസമാണ്. E20 ആകുമ്പോൾ കൃത്യമായി വ്യത്യാസം ഉണ്ടായിരിക്കും. അതിന്റെ മൈലേജ് കുറഞ്ഞിട്ടുണ്ടാവും. അതൊരു 5 മുതൽ 8% വരെ നമ്മുടെ മൈലേജ് കുറഞ്ഞിട്ടുണ്ടാവും. നേരത്തെ 100 കിലോമീറ്റർ ഓടാൻ ഉപയോഗിച്ചിരുന്ന ഇതിന്റെ അളവിനെ ആ അളവ് ഉപയോഗിച്ചാൽ നമുക്ക് എന്താ കിട്ടുള്ളൂ? ഒരു 92 കിലോമീറ്റർ കിട്ടുള്ളൂ. അത്രയും അളവ് പുതിയ ഇന്ധനം ഉപയോഗിച്ചാൽ. അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പോ വാഹന ഉപയോക്താക്കൾക്ക് എന്താണ് ഇത് നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ വിലയില് അതൊന്നും പ്രതിഫലിക്കുന്നില്ല. പോട്ടെ. ഇനി മറ്റൊരു കുഴപ്പം കൂടി ഉണ്ടാകാം. അതായത് നമ്മുടെ നാട്ടില് ഈ E10 വരെയൊക്കെ പഴയ എഞ്ചിനിൽ ഒക്കെ പോകാം എന്നാണ് പല മോട്ടോർ വിദഗ്ധരും പറയുന്നത്. വലിയ പ്രശ്നമില്ല. E20 എത്തിക്കഴിഞ്ഞാൽ E20ക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള എൻജിൻസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് പുതിയ ആ സ്പെസിഫിക് 2023 ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് വണ്ടി വാങ്ങിയവരുടെ ഒന്നും എൻജിൻ യഥാർത്ഥത്തിൽ എന്തിന് കമ്പാറ്റബിൾ അല്ല? ഈ E20 ഉപയോഗിക്കാൻ 20% അതിൽ എന്താണ് സ്പിരിറ്റ് ആണ് കലർത്തുന്നത്. കമ്പാറ്റബിൾ അല്ല. കമ്പാറ്റബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആ എൻജിന്റെ വിയർ ആൻഡ് ടയർ വർദ്ധിക്കും. അതാണ്. അത് പെട്ടെന്ന് അറിയുന്നതല്ല, കുറച്ച് പോകുമ്പോഴാണ് എൻജിന്റെ ജീവിത ദൈർഘ്യം കുറയും എന്നത് അതിന്റെ ഒരു ദോഷവശമാണ്. വേറെയും ഉണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ മൈലേജ് കുറയുന്നു, എൻജിന്റെ ഇത് കുറയുന്നു. ഇനി ഈ E20 എന്ന് പറയുന്നത് ഇതിന്റെ നിയമം എന്താ വെച്ചാൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ വേണം ഇതിൽ ചേർക്കാൻ, ജലാംശം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ എന്ത് കണ്ടു നമ്മൾ? ഇതിന്റെ സ്വഭാവം എന്താണ്? ഈർപ്പം വലിക്കും. അതുകൊണ്ട് എന്തുവരും? ഒരു ചെറിയ ജലാംശം എത്രയായാലും ഈ കലർത്തുന്ന സ്പിരിറ്റിലുണ്ടാവും. കലർന്നു കഴിഞ്ഞാലും അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം ഓട്ടം ഇല്ലെങ്കിലും പെട്രോൾ ഫുൾ അടിച്ചിട്ടിടുന്ന പരിപാടി വേണ്ട. അതിലിരുന്നാൽ ഈർപ്പം അത് വലിച്ചോണ്ടിരിക്കും, മഴക്കാലമൊക്കെ ആവുന്നുടനെ. അപ്പോൾ അത് നല്ലതല്ലേ? ഇനി അത്യാവശ്യത്തിനുള്ള പെട്രോൾ അടിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചാൽ എന്ത് വരും? അതിന്റെ 20% ആൽക്കഹോളാണ്. ഈ ആൽക്കഹോളിന് എന്ത് സ്വഭാവമുണ്ട്? മഴയത്താണെങ്കിൽ അന്തരീക്ഷത്തിൽ ഈർപ്പമാണ്, അത് വലിക്കും. അപ്പോൾ അത് ആലോചിച്ചോ, ഫുൾ ടാങ്ക് എടുക്കുന്ന പരിപാടി പതുക്കെ കുറച്ചോളും, ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച്. ഇനി ഈർപ്പം വലിക്കുന്നതുകൊണ്ട് എന്താണ്? ഈർപ്പം വലിക്കുന്നതുകൊണ്ട് ഈ എഞ്ചിൻ പാർട്ടുകൾ തുരുമ്പിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഈർപ്പം ഉള്ളതുകൊണ്ട് എഞ്ചിന്റെ പ്രവർത്തനത്തെ ബാധിക്കാനുള്ള സാധ്യത വരികയാണ്. വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിലും, ചെറിയ രീതിയിലാണ് ഈർപ്പം ഉള്ളതെങ്കിലും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഗാസ്കറ്റ് പോലെയുള്ള ഈ റബ്ബർ കൊണ്ടുള്ള പാർട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, ബുഷും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഏതിനാണ്? പെട്രോളിന് കമ്പാറ്റബിൾ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ആൽക്കഹോൾ വരുന്നുണ്ട് മെല്ലെ അത് അലിയാനും നശിച്ചു പോകാനും ഒക്കെ ഉള്ള സാധ്യത മെല്ലെ ഉണ്ട്. അപ്പൊ അത് വേറൊരു കാര്യം. അപ്പൊ ഈ നിലയിലെല്ലാം വണ്ടികളെ പ്രതികൂലമായി, മോട്ടോർ വാഹനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന സംഗതിയാണ്. ഇപ്പോഴാണ് എന്ത് പറയുന്നത്, E28 E35 ഇറക്കാൻ. അപ്പൊ ഇത് തന്നെ, അപ്പൊ ഈ പഴയ വണ്ടിക്കാർക്കെല്ലാം 2023 വണ്ടി E20ക്ക് കമ്പാറ്റബിൾ ആണ്. ഇനി വരുന്ന ഈ പറയാൻ പോകുന്ന E28ഉം E35ഉം വലിയ പ്രശ്നമാണ് ആ നിലയിൽ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, E85 ആലോചിക്കുന്നു. അപ്പൊ അതിന് ഈ എഞ്ചിനൊന്നും പറ്റില്ല. E85ന് സ്പിരിറ്റ് ഉപയോഗിച്ച് ഏതാണ്ട് ബാക്കി 15%. പിന്നെ E100ഉം ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തേ പറ്റൂ? ഇതേ പറ്റൂ. വേറെ എഞ്ചിൻ ഉണ്ടാക്കണം. അതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ എഞ്ചിൻ ഉണ്ടാക്കാനൊക്കെ. ഇന്ത്യൻ ഓയിലിൽ ചിലയിടത്തൊക്കെ E85 അവൈലബിൾ ആയി, ചില സിറ്റിയിലൊക്കെ അവൈലബിൾ ആയി. അവിടെ ചില കമ്പനികൾ അത്തരം E85 വണ്ടികൾ ഇറക്കി എന്ന് കേൾക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. ഇനി നമ്മളിത് ഉൽപ്പാദിപ്പിക്കുന്ന എവിടെ നിന്നാണ്? ഞാൻ പഞ്ചസാര മാറ്റിയിട്ട് മൊളാസസിന്റെ കാര്യം പറഞ്ഞു. മൊളാസസിൽ നിന്ന് മാത്രം ഇത് മിക്സിങ്ങിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഇത് എന്ത് ചെയ്തു അന്ന് പറഞ്ഞു, ബ്രോക്കൺ റൈസ്. അതായത് നമ്മൾ FCI ഗോഡൌണിലൊക്കെ ശേഖരിക്കുന്ന വിൽപ്പനയ്ക്ക് നമുക്ക് എഡിബിൾ ആക്കാൻ പറ്റാത്ത അരിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. അരിയും ചോളവും പോലെയുള്ള വസ്തുക്കളിൽ നിന്നും ഇത് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അപ്പോ അതിന്റെ പ്രോസസ്സ് മൊളാസസിൽ നിന്ന്, കരിമ്പിൻ ചെണ്ടിയിൽ നിന്ന്, കരിമ്പിൻ നീരിൽ നിന്ന്, അതായത് പഞ്ചസാര മാറ്റിയിട്ടുള്ള കരിമ്പിൻ നീരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇപ്പോ ചെയ്തിരിക്കുന്നത് അരി ചോളവും ഒക്കെ ഇതിനായി ഡൈവേർട്ട് ചെയ്യപ്പെടുകയാണ് സ്പിരിറ്റ് ഉൽപാദനത്തിന്. ഇതിൽ നിന്നുള്ള സ്പിരിറ്റ് ആണ് ഇവിടെ കലർത്തുന്നത്. അപ്പോ പറയുന്നത് പ്രകൃതിക്ക് അനുയോജ്യമാണ്, ഇത് വീണ്ടും ഉൽപ്പാദിപ്പിക്കാമല്ലോ എന്നാണ്. നമ്മൾ കൃഷി, കരിമ്പ് കൃഷി ആയിക്കോട്ടെ, നെൽകൃഷി ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, മീഥേൻ വാതകം പുറപ്പെടുവിക്കുന്ന കൃഷിയാണ്. അപ്പോ ഇതിൽ നിന്ന് വരുന്ന ഇത് കൂടുതൽ ഇതിനെ കൃഷി ചെയ്ത് ഇതിനെ വീണ്ടും ഇത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ആ നിലയിൽ ഇത് പ്രകൃതി അനുകൂലമാകുന്നില്ല. രണ്ട്, എന്താണെന്ന് വെച്ചാൽ ഭക്ഷ്യധാന്യങ്ങൾ എന്തിനു വേണ്ടി ഡൈവേർട്ട് ചെയ്യപ്പെടുകയാണ്? ഇന്നും ഭക്ഷ്യധാന്യ വിതരണത്തില്, ഉൽപാദനത്തിലൊക്കെ ഉണ്ട്, വിതരണത്തില് ഇന്ത്യയിൽ ഒരു ജസ്റ്റിസ് ഇല്ല. പലർക്കും ആവശ്യത്തിന് ഭക്ഷ്യധാന്യം കിട്ടാത്ത, പട്ടിണി ഉള്ള, അല്ലെങ്കിൽ പോഷകാഹാര കുറവുള്ള, ആവശ്യത്തിന് കലോറി ഇല്ലാത്ത ഒരുപാട് മനുഷ്യരുള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭക്ഷ്യധാന്യത്തിനെ ഡൈവേർട്ട് ചെയ്ത് ഇതിനായി ഉപയോഗിക്കുന്നത്. അതിന്റെ കമ്പനി ഓൺ ചെയ്യുന്നത്, ഈ പെട്രോളിൽ ഇത് മിക്സ് ചെയ്യുന്ന കമ്പനി ഓൺ ചെയ്യുന്നത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മകനാണ് എന്നുള്ളതും വളരെ രസകരമായ ഒരു വസ്തുതയാണെന്ന് മാത്രം ഞാൻ പറയുന്നു. നിതിൻ ഗഡ്കരിയുടെ മകനാണ് ഒരു വലിയ കമ്പനി ഓൺ ചെയ്യുന്നത്. മറ്റു പലരും ഉണ്ടാകാം. നമ്മൾ പാലക്കാട് ഈ ബ്രോക്കൺ റൈസിൽ നിന്നും മറ്റ് സംഗതിയിൽ നിന്ന് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന, ഇപ്പൊ ചില വാർത്തയൊക്കെ ഒരു വൈക്കോലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. വൈക്കോലിൽ നിന്ന് ലാഭകരമായി ഒന്നും പെട്രോൾ ഉൽപ്പാദിപ്പിക്കുക വളരെ പ്രയാസകരമായ ദൗത്യമാണ്. പെട്രോൾ അല്ല, ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുക, അതൊക്കെ വെറുതെയാണ്. ഈ ഭക്ഷ്യധാന്യങ്ങളെയാണ് ഇത് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് കൂടുതലായി ഡൈവേർട്ട് ചെയ്യപ്പെട്ടാൽ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയെ, മനുഷ്യരുടെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ടണ്ണൊക്കെ പലയിടത്തും ഉണ്ട്, E20 ചിലയിടത്തൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്പിരിറ്റിലേക്ക് പോകുന്ന ഒരു സംഗതി ഡിസാസ്ട്രസ് ആയിരിക്കും രാജ്യത്തിന്. ഈ സ്പിരിറ്റ് ഉപയോഗം തികച്ചും ഒരു ശരിയായ ദിശയിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ ഇനിയും വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ പോളിസിയും നീക്കവും. അത് നമ്മുടെ കാർഷിക വ്യവസ്ഥയെ, ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കും. നമ്മുടെ പഴയ കാറുകൾ, പഴയെന്ന് വെച്ചാൽ ഇപ്പോൾ കാർ ഓൺ ചെയ്യുന്നവർക്കൊക്കെ, വാഹനങ്ങൾ, കാറും ബൈക്കും ഒക്കെ ഓൺ ചെയ്യുന്നവരുടെയൊക്കെ അതിന്റെയൊക്കെ ആയുസ് കുറയും. അതും ഒരു തരത്തിൽ ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. ആയുസ് കുറയുന്ന ഉടനെ എന്തുവരും? പുതിയ വണ്ടി വാങ്ങുന്നവരുടെ എണ്ണം കൂടും എന്നാണ് ധാരണ. പക്ഷെ എല്ലാവർക്കും പുതിയ വണ്ടി വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഭാവിയിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ. അപ്പോൾ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതൊരു വലിയ ശുഭകരമായ ഒരു സംഗതിയല്ല ഇതിലിനി സ്പിരിറ്റിന്റെ അളവ് ഇവിടെ നിന്ന് വീണ്ടും വർദ്ധിപ്പിക്കുന്നത്. E20 തന്നെ നമുക്ക് വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അത്ര നല്ല കാര്യമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.